കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലും. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന ചില നല്ല മുഹൂർത്തങ്ങളൊക്കെയാണ്. രേവതി സച്ചിയും കൂടെ ഒന്നാവുന്നതിന്റെ ചില നല്ല വിശേഷങ്ങൾ. അങ്ങനെ നാളത്തെ വിശേഷത്തിൽ കാണിക്കുന്ന രാവിലെ തന്നെ ക്ഷേത്രത്തിലേക്ക് കലാപതി മുത്തശ്ശി രേവതിനെ സച്ചിനെയും കൂടെ കൂട്ടി പോവാണ്. അപ്പൊ സച്ചിക്കാണെങ്കിൽ ക്ഷേത്രത്തിൽ പോകുന്നതിന് അധികം വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോവാ. ആ പോകുന്ന വഴിക്ക് മുത്തശ്ശി എല്ലാ സ്ഥലങ്ങളെല്ലാം രേവതിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. രേവതിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവിടുത്തെ ഓരോ സ്ഥലങ്ങളും രേവതിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നേരെ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു പൂക്കാരിനെ കാണുന്നുണ്ട്. ഒരു പൂക്കട വെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പൂക്കട കണ്ടപ്പോൾ രേവതി ഓടി അങ്ങോട്ട് ചെല്ലുവാണ്. തനിക്കും തൻ്റെ അമ്മയ്ക്കും എല്ലാം ഈ ജോലിയായിരുന്നല്ലോ. പിന്നീട് അവിടെ പോയി പുള്ളിക്കാരത്തിയോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടുന്ന് പൂവൊക്കെ വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട്. മുത്തശ്ശിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഒരു അത്ഭുതമാണ് തോന്നിയത്. രേവതി ഓരോരുത്തരോടും ഇടപെടുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. പിന്നീട് അകത്തേക്ക് കയറി ചെന്നിട്ട് മുത്തശ്ശി രേവതിയുടെയും സച്ചിയുടെയും പേരിൽ അർച്ചനയൊക്കെ കഴിപ്പിക്കുന്നുണ്ട്. പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിക്കാൻ കൊടുക്കുകയാണ്. അങ്ങനെ ക്ഷേത്രത്തിൽ ചെന്ന് കഴിയുമ്പോൾ തിരുമേനി സച്ചിയോട് ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ സച്ചി വളർന്നത് ആയിരുന്നല്ലോ. അപ്പൊ സച്ചി വളർന്ന അവിടെ ആയതുകൊണ്ട് കലാപതി മുത്തശ്ശിയിലൂടെ ഇടയ്ക്കിടയ്ക്ക് ക്ഷേത്രത്തിൽ പോവായിരുന്നു. മുത്തശ്ശി നിർബന്ധമായിട്ട് പിടിച്ചോണ്ട് കൊണ്ടുപോകായിരുന്നു സച്ചിനെ. അങ്ങനെ തിരുമേനിക്ക് അറിയുകയും ചെയ്യാം. പിന്നീട് രേവതിനെ പരിചയപ്പെടുത്തുന്നുണ്ട് കലാപതി മുത്തശ്ശി. ഇതാണ് സച്ചിയുടെ ഭാര്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരുമേനി ഒരു നല്ല ഐശ്വര്യമുള്ള കുട്ടിയാന്നൊക്കെ പറയാണ്. ഈ സമയം രേവതി സച്ചിനെ നോക്കി. സച്ചിക്ക് മനസ്സിലായി, ഓ ഇവളെ തിരുമേനി പൊക്കി പറഞ്ഞുകൊണ്ടായിരിക്കും ഇവള് അത്ര വലിയ അഹങ്കരിച്ച് നിൽക്കുന്നത്. അങ്ങനെ ഒരു ഭാവമായിരുന്നു സച്ചിയുടെ മുഖത്ത്. പിന്നീട് സച്ചിയുടെ ഒരു കൂട്ടുകാരനെ അവിടെ വെച്ച് കാണുന്നുണ്ട്. അപ്പൊ സച്ചി എന്ത് ചെയ്യുവാണ്, കൂട്ടുകാരനെ കണ്ടപ്പോൾ ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ കൂടെ അങ്ങോട്ട് വർത്താനം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവാണ്. പിന്നീട് രേവതി കലാവതി മുത്തശ്ശി പാറുവും എല്ലാവരും കൂടെ ക്ഷേത്രത്തിന്റെ വലം വെച്ച് പ്രാർത്ഥിക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ എല്ലാം പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് അവിടെ മണി അടിക്കുന്നത് കണ്ട് ഒരു ചേട്ടൻ വന്നിട്ട് മണി അടിക്കുന്നത് കണ്ടു. അപ്പൊ രേവതിക്ക് ഒരു ആഗ്രഹം പോയി മണി അടിക്കണമെന്ന്. അപ്പൊ മുത്തശ്ശിയോട് പറഞ്ഞു, മുത്തശ്ശി എനിക്ക് മണി അടിക്കണമെന്ന് ആഗ്രഹം, ഞാൻ പോയി മണി അടിച്ചിട്ട് വരട്ടെ എന്ന് പറയണം. അതിനെന്താ, മോള് പോയി മണി അടിച്ചിട്ട് വരാൻ പറയണം. പക്ഷെ എന്ത് പറയാനാ, രേവതി അങ്ങോട്ട് മണി അടിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും രേവതിക്ക് എത്തുന്നില്ല. ആ മണി അടിക്കാനുള്ള ആ വള്ളിയെ പിടിക്കാനായിട്ട് രേവതിക്ക് ഹൈറ്റ് കുറവായതുകൊണ്ട് എത്തുന്നില്ല. രേവതി ചാടിയൊക്കെ നോക്കി, ഒരു രക്ഷയില്ല. രേവതിക്കാണ് ഭയങ്കര ആഗ്രഹം. ഇത് മുത്തശ്ശി കണ്ടു. മുത്തശ്ശി കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശിക്കും ഭയങ്കര സങ്കടമായിപ്പോയി. നോക്കിയപ്പോഴത്തേനും സച്ചിനെ അവിടെ എങ്ങും നോക്കിയിട്ട് കണ്ടില്ല. നോക്കിയപ്പോൾ സച്ചി കൂട്ടുകാരനോട് വർത്താനം പറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇവിടെ സച്ചിനെ അങ്ങോട്ട് വിളിക്കുക, ഇങ്ങോട്ട് വന്നേടാന്ന് പറഞ്ഞ് വിളിക്കുവാണ്. അങ്ങനെ സച്ചി അങ്ങോട്ട് വന്നു. അപ്പൊ സച്ചിയോട് പറഞ്ഞു, അതെ കണ്ടോ, അവള് മണി അടിക്കാൻ ശ്രമിക്കുന്നുണ്ടോ, അവൾക്ക് അടിക്കാൻ പറ്റുന്നില്ല. ഇവിടെ കല്യാണം കഴിച്ച് ആദ്യം വരുമ്പോൾ രണ്ടുപേരും ചേർന്നിട്ട് വേണം ആ മണി അടിക്കാനായിട്ട്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ, നീ പോയി അവളെ മണി അടിക്കാനൊന്ന് സഹായിക്കാൻ പറയണം. അപ്പം സച്ചി പറഞ്ഞു, പിന്നെ എന്നെ കൊണ്ടൊന്നും പറ്റില്ല. എടാ അവൾക്ക് എത്തുന്നില്ല, ഒരു കാര്യം ചെയ്യ, നീ അവളെ പോയെന്ന് എടുത്ത് പൊക്കിയിട്ട് ആ മണി അടിക്കാനും സഹായിക്കാൻ പറയാം. സച്ചി പറഞ്ഞു, ഇപ്പോ മുത്തശ്ശി എന്തൊക്കെയാ പറയണേ, എനിക്കൊന്നും പറ്റില്ല എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി, ഓഹോ അങ്ങനെയല്ലേ, ഞാൻ പറഞ്ഞ നീ അനുസരിക്കില്ലേ, ഇപ്പൊ എന്താ അവൾക്ക് മണി അടിച്ചാ പോരെ, ഒരു കാര്യം ചെയ്യാം, ഞാനൊരു കസാര എടുത്തുകൊണ്ടേ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഒരു കസാര അന്വേഷിച്ച് അങ്ങോട്ട് പോയി. മുത്തശ്ശിക്ക് തോന്നി ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. പെട്ടെന്ന് പാറുവമ്മയോട് പറഞ്ഞു, ഇവിടെ നമ്മുടെ തന്ത്രം നമ്മൾ പ്രയോഗിക്കണം. പാറുവമ്മയും മുത്തശ്ശിയും കൂടെ ചേർന്നിട്ട് ഒരു തന്ത്രം അങ്ങോട്ട് മെനയാണ്. അങ്ങനെ സച്ചി അങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും സച്ചിയോട് പറഞ്ഞു, സച്ചിയെ വന്നു കഴിയുമ്പോഴത്തേനും സച്ചിനെ കാണാത്ത വട്ടി കലാവതി മുത്തശ്ശി പാറുവമ്മയോട് പറഞ്ഞു, നീ എന്താ പറഞ്ഞത്, സച്ചിക്ക് രേവതിനെ എടുത്തു വരുത്താനുള്ള ആരോഗ്യമില്ലെന്നാ. കൊള്ളാം, എന്റെ കൊച്ചുമോനെ കുറിച്ച് നിനക്ക് അറിയത്തില്ലാഞ്ഞിട്ടാ. 100 കിലോ വേണേലും അവന് ഒറ്റ കയ്യിലെടുക്കും. പിന്നെയാണോ രേവതി, അവൾ കൂടിപ്പോയ ഒരു 10-50 കിലോ അല്ലേ കാണുള്ളൂ. അവളെ എടുത്തുയർത്താനായിട്ടൊക്കെ സച്ചിക്ക് ഈസി ആയിട്ട് പറ്റൂന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ പാറുവും പറഞ്ഞു, പിന്നെ അവനെടുത്ത് പൊക്കിയത് തന്നെ, വേറെ തള്ളല്ലേ കലാവതി അമ്മയെന്ന് പറയണം. പിന്നെ ഒന്ന് കാണാൻ നമുക്ക്. ഇത് കേട്ടോണ്ട് സച്ചി വെച്ചു, എന്താ രണ്ടുപേരും കൂടെ ഒരു തർക്കം, അല്ല ഇവള് പറയുവാണേ നിനക്ക് രേവതിനെ എടുത്ത് ഉയർത്താനുള്ള ആരോഗ്യമില്ലെന്ന്. പിന്നെ അതിന് സച്ചിക്ക് പണ്ടൊക്കെയാണ് ആരോഗ്യം ഉണ്ടായിരുന്നു, ഇപ്പൊ അത്ര ആരോഗ്യം ഒന്നും ഇല്ലെന്ന് പറയണം. അങ്ങനെയാണോ, അന്നാ ഇപ്പൊ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് ചെല്ലുവാണ്. ഓടി അങ്ങ് ചെന്നിട്ട് രേവതിനെ അങ്ങ് പൊക്കി അങ്ങ് എടുക്കുവാണ്. രേവതി ഒരു നിമിഷം അന്തം വിട്ടുപോയി. പെട്ടെന്നാണ് സച്ചിയാന്ന് മനസ്സിലായത്. രേവതി പൊക്കിയെടുത്ത ഉടനെ പൊക്കിയെടുത്ത് സച്ചി പിടിച്ച ഉടനെ രേവതി എന്ത് ചെയ്യുവാണ്, ആ മണിയെ പിടിച്ച് അടിക്കുവാണ്, ആ വള്ളിയെ പിടിച്ച് അടിക്കുവാണ്. രേവതിക്ക് ഭയങ്കര സന്തോഷമായി.
അങ്ങനെ കലാമതി മുത്തശ്ശിയുടെ നമ്പർ അങ്ങോട്ട് ഏറ്റു. ഉം. രേവതിക്ക് ഒരു നിമിഷം വല്ലാത്തൊരു ഇത് തോന്നി. കാരണം ആദ്യമായിട്ടാണ് സച്ചി ഒന്ന് എടുത്ത് ഉയർത്തുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ കലാവതി മുത്തശ്ശിയുടെ നമ്പർ കൊണ്ടാന്ന് രേവതിക്ക് അറിയത്തില്ല. പക്ഷെ സച്ചിനെയും രേവതിനെയും കൂടെ ഒന്നിപ്പിക്കാൻ വേണ്ടി മുത്തശ്ശി ഇങ്ങനെ ചില ട്രിക്കുകളൊക്കെ ഇറക്കുക എന്നുള്ള കാര്യം സച്ചിക്കും അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ക്ഷേത്രത്തിലെല്ലാം പ്രദക്ഷിണം എല്ലാം വെച്ച് അവർ വീട്ടിലേക്ക് പോവാണ്. ഈ സമയത്താണെങ്കിൽ ശ്രുതി വല്ലാത്തൊരു വീർപ്പുമുട്ടൽ തന്നെയായിരുന്നു. ജോലിയും പോയി. അങ്ങനെ നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെന്ന് കയറുന്നുണ്ട്. ശ്രുതിയുടെ അടുത്ത് ചെന്ന് കയറിയപ്പോഴാണെങ്കിലോ എങ്ങനെ ജോലി പോയ വിവരങ്ങളൊക്കെ പറയും. തലവേദനയൊക്കെയാണെന്ന് പറഞ്ഞ് അവിടെ കയറിയിരിക്കുകയാണ്. അവസാനം ശ്രുതി കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. ആദ്യം ഒന്ന് സത്യാവസ്ഥ തുറന്നു പറയാനായിട്ട് മടിച്ചു. പിന്നീട് ജോലി പോയ കാര്യങ്ങളൊക്കെ പറയുകയാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി ആശ്വസിപ്പിക്കുന്നുണ്ട്. അതൊന്നും സാരമില്ല, ഇത് പോയിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ നല്ല ജോലി കിട്ടും. പിന്നെ എന്തിനാ ശ്രുതി ഇങ്ങനെ സങ്കടപ്പെടുന്നേ? ഒന്നുമില്ല, ഞാനില്ലേ, എനിക്കിപ്പോൾ ബ്യൂട്ടി പാർലർ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തുനിന്നൊരു ചെറിയ വരുമാനമൊക്കെ കിട്ടും. പിന്നെ കല്യാണം കഴിയുമ്പോഴത്തേനും ശ്രുതിക്ക് എവിടെയെങ്കിലും ജോലി കിട്ടും. ധൈര്യമായിട്ടിരിക്കാൻ പറയാം. പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് ശ്രുതിയുടെ മനസ്സിന് സമാധാനമായില്ല. പിന്നീട് ശ്രുതി ഒരു വിധത്തിൽ ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയത്ത് വർഷയ്ക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടായിരുന്നു. ശ്രീകാന്ത് കൊടുത്തിട്ട് പുതിയ ഡിഷ്. അപ്പം ആ ഡിഷ് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിക്ക് എങ്ങനെയായാലും, അല്ല ശ്രുതിക്കല്ല, സോറി, വർഷയ്ക്ക്. പക്ഷെ എന്ത് ചെയ്യുകയാണ്, തൻ്റെ അസിസ്റ്റനോട് പറഞ്ഞു, അതെ അവിടുത്തെ നമ്പർ ഒന്ന് മേടിക്കുക, എനിക്കൊന്ന് വിളിക്കണമെന്ന് പറയണം. അല്ല എന്താ മാഡം, എന്തിനാന്ന് ചോദിക്കണം. എനിക്ക് ഇന്നത്തെ ഈ ഫുഡ് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറയണം. അത് കൊള്ളാലോ, എന്നൊരു കാര്യം ചെയ്യാം. എനിക്ക് അയാളുടെ നമ്പർ ഒന്നും അറിയത്തില്ല, പക്ഷെ ആ റെസ്റ്റോറൻറ്റിലെ നമ്പർ അറിയാം. ഞാൻ വിളിച്ചുതരാം, മാഡം സംസാരിച്ചോളാൻ പറയണം. അങ്ങനെ റെസ്റ്റോറൻറ്റ് നമ്പറിലേക്ക് വിളിക്കുകയാണ്. നമ്പറിലേക്ക് വിളിച്ചു കഴിയുമ്പോൾ അവിടുത്തെ മാനേജർ എടുത്തു. പിന്നെ മാനേജർ എടുത്തു കഴിഞ്ഞപ്പം ശ്രീകാന്തിന് കൊടുക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് വന്ന് സംസാരിച്ച് കഴിയുമ്പോഴത്തേനും വർഷ പറഞ്ഞു, അതെ നിങ്ങൾ ഉണ്ടാക്കിയ പുതിയ ഡിഷ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ദോശ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ആ ദോശ ദോശ എന്ന് പറഞ്ഞ് വെറും ദോശ അല്ലത്, ദോശ ഷവർമ്മ. ഞാൻ ആദ്യമായിട്ട് എങ്ങനെയൊരു ഡിഷ് കഴിക്കുന്നത്. ഇനി ഇങ്ങനെ വെറൈറ്റീസ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ എന്ന് ചോദിക്കണ്ട. ഇതേപോലെ ശ്രീകാന്ത് പറഞ്ഞു, ഉണ്ടോന്നോ, ഒത്തിരി ഉണ്ടെന്ന് പറയണം. അന്നാ ഒരു കാര്യം ചെയ്യുക, ഇനി എന്നും ഞാൻ നിങ്ങളുടെ റെസ്റ്റോറൻറ്റ് കഴിക്കാൻ വരും. ഇനിയിപ്പോൾ കഴിക്കാൻ വരാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ കൊടുത്തു വിട്ടാൽ മതി, ഞാൻ കഴിച്ചോളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഇനിയിപ്പം ഇഷ്ടം പോലെ ഓർഡേഴ്സൊക്കെ വരികയും ചെയ്യും, നിങ്ങൾ ഫേമസ് ആവുമെന്ന് പറയുകയാണ്. അങ്ങനെ ശ്രീകാന്തിന് ഒരു ആദ്യമായിട്ട് ഉണ്ടാക്കിയ ആ ഒരു ഡിഷിന്, ആ ഒരു ഫുഡിന് അങ്ങനെ നല്ലൊരു അഭിപ്രായം കിട്ടുവാണ്. ശ്രീകാന്ത് നല്ല കൈപ്പുണ്യം വർഷയ്ക്ക് മനസ്സിലാവാൻ ചേരുന്നു. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ഇപ്പോൾ വർഷ എന്നുള്ള കാര്യം ശ്രീകാന്തിനും അറിയത്തില്ല, ശ്രീകാന്ത് അത് ഫുഡ് ഉണ്ടാക്കിയ എന്നുള്ള കാര്യം വർഷയ്ക്കും അറിയത്തില്ല. അവർ തമ്മിൽ അറിയാതെയുള്ള ഒരു കാര്യമായിരുന്നു. കാരണം പരസ്പരം കണ്ടിട്ടുണ്ടെങ്കിൽ ഇനി എന്താവുമെന്ന് പറയാൻ പറ്റില്ല. ഒരു ആക്സിഡന്റിന്റെ പേര് രണ്ടുപേരും വമ്പൻ ഉടക്കൊക്കെ ഉണ്ടാക്കിയതായിരുന്നു ശ്രീകാന്തും വർഷയും തമ്മിൽ. ഇനിയിപ്പോൾ അവർ ഫോൺ വിളിച്ച് അവരങ്ങനെ കൂട്ടാവുകയാണ്. ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. അപ്പോൾ ആ വിശേഷമൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.